പൈനാപ്പിൾ കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. നമ്മളത് തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പൈനാപ്പിൾ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് ഒരു പൈനാപ്പിൾ ഫുള്ള് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് ഉള്ള പഞ്ചസാര ചേർക്കാം കേട്ടോ. ഒരു പുളിയൊന്ന് മാറി കിട്ടുന്ന രീതിയിലേക്ക് കൊടുക്കാം. എന്നിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഈ ഒരു പഞ്ചസാരയ്ക്ക് നല്ലപോലെ മെൽറ്റായി കിട്ടും. ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മളൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. ഒന്നുകൂടി ടേസ്റ്റി ആക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഇതിലേക്ക് ഡ്രൈഡ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡ്രൈഡ് ചെറീസ് എടുക്കുന്നുണ്ട്, ഫിഗ് എടുക്കുന്നുണ്ട്, അതുപോലെ വാൾനട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിയിട്ടുള്ളത് പാം ട്രീയിൽ നിന്നാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പല വെറൈറ്റീസ് ഓഫ് നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ സ്പൈസസ് വരുന്നുണ്ട്, ചോക്ലേറ്റ്സ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും പർച്ചേസ് ചെയ്യാൻ പറ്റും. അവരുടെ വെബ്സൈറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെക്ക് ചെയ്താൽ മതി. അവരുടെ പേജും കൂടെ ഒന്ന് ടാഗ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ലെയറിലേക്ക് തേങ്ങാപ്പാലിൻ്റെ ഒരു ലെയറാണ് കൊടുക്കുന്നത്. 2 കപ്പ് തേങ്ങാപ്പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോട് ചേർത്ത് കട്ടയൊന്നുമില്ല മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ കൊടുത്തൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ തേങ്ങാപ്പാലായതുകൊണ്ട് കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. കൂടെ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു പൈനാപ്പിളിൻ്റെ ടോപ്പിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ടോപ്പ് ചെറുതായിട്ട് ഒന്നുകൂടി സെറ്റായി വരുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ടോപ്പിലേക്കും ആ ഒരു പൈനാപ്പിൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ചൂടൊക്കെ നല്ലപോലെ മാറി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് 3-4 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണേ. അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. മറ്റേ റെസിപ്പിയായിട്ട് കാണാം. താങ്ക്